എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 38 ശ്ലോകം 22, 23, 24, 25 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അക്രൂരന്റെ ആ മനോവ്യാപാരങ്ങൾ ഭഗവാനെ തന്നെ ചിന്തിച്ച് എന്നെ കാണുമ്പോ ഭഗവാൻ അങ്ങനെ അക്രൂരപ്പ എന്ന് എന്നെ വിളിക്കും. അങ്ങനെ സ്നേഹത്തോടു കൂടിയിട്ട്, വളരെ സ്നേഹത്തോടു കൂടിയിട്ട് എന്നെ ആലിംഗനം ചെയ്യും. അപ്പൊ ഭഗവാന്റെ ആ ശരീരം എന്റെ ശരീരത്തോട് ഇങ്ങനെ ചേരില്ലേ, ഞാൻ അപ്പൊ കൈകൾ കൂപ്പി നമസ്കരിക്കും. അപ്പൊ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്യും. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചിന്തിച്ച് സന്തോഷ ആശ്രുക്കളെ അങ്ങനെ ഒഴുകണുണ്ട് അക്രൂരന്റെ കണ്ണുകളിൽ കൂടി. തേരിങ്ങനെ പോകുന്നുണ്ട്, എവിടെ എത്തിയെന്ന് പോലും അതൊന്നും അറിയുന്നേ ഇല്ല. തേരിലാരി ഇരിക്കണമെന്നോ തേര് ഓടിക്കേണ്ടതാണെന്നോ. കുറച്ചു നേരം തേര് അവിടെ എവിടെയൊക്കെ നിൽക്കുന്ന പറയണത്. അങ്ങനെതാ പോകുന്ന ആ അക്രൂരന്റെ മനോവ്യാപാരങ്ങള് തുടരുന്നു. ശ്ലോകം 22. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം ക്രതൂ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന തസ്യ കശ്ചിദേതഃ സുഹൃത്തമോ ന ചാപ്രിയോ ദ്വേഷ്യ ഉപേക്ഷേവ വാ. തഥാഭിഭക്താൻ ഭജത്തെ യഥാ തഥാ സുരദ്രുമോ യദ്വദുപാശ്രിതോർത്ഥത. സുഹൃത്തുക്കളെയൊക്കെ എങ്ങനെ ആലിംഗനം ചെയ്യുക, അവരോട് കുശലം ചോദിക്കുക, ഇതൊക്കെ ഈശ്വരന്മാര് ചെയ്യോ? അങ്ങനെയൊക്കെ ചെയ്യണത് ആഗ്രഹിക്കണം, തെറ്റല്ലേ എന്നൊന്നും വിചാരിക്കേണ്ടത്. അത് പറയാണ്, സർവസമാനനായിരിക്കുന്ന ഭഗവാന് ഒരാള് പ്രിയൻ, മറ്റൊരാള് അപ്രിയൻ എന്നോ, ഒരാള് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മറ്റൊരാള് ഇഷ്ടപ്പെടാൻ യോഗ്യല്ല അല്ലാത്തവൻ, അങ്ങനെയൊന്നും ഈശ്വരന് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും സമനായിരിക്കുന്നു, എല്ലാവരും ഒരുപോലെയാണ് ഭഗവാന്. ഈശ്വരന്മാർക്ക് അങ്ങനെയാണ്. എങ്കിലും അങ്ങനെയാണെങ്കിലും ഏതൊരുത്തൻ ഈശ്വരനെ വളരെ ഭക്തിയോടുകൂടി ഭജിക്കുന്നുണ്ടോ അതിനനുസരിച്ച്, ആ ഭക്തിക്ക് അനുസരിച്ച് ഈശ്വരൻ അവരെ അനുഗ്രഹിക്കും. ഏ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്നാണ് ഭഗവാന്റെ പ്രതിജ്ഞ. ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? സർവസമനായ ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കാതെ തന്നെ ഭജിക്കുന്നവരെ മാത്രം അനുഗ്രഹിക്കുന്നത് ഏതുപോലെ എന്നാൽ കൽപ്പകവൃക്ഷം ചെയ്യുന്നത് പോലെ തന്നെ. ദേവലോകത്തിലെ ദേവഹിതത്തെ നൽകുന്ന കൽപ്പകവൃക്ഷം എല്ലാ ദേവന്മാർക്കും പൊതുവായിട്ടുള്ള ഒരു വൃക്ഷമാണ്. എങ്കിലും എല്ലാവരുടെ വീട്ടിലും കൽപ്പകവൃക്ഷം ചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ച് അതത് സാധനങ്ങൾ കൊടുക്കുന്ന പതിവില്ല. ആര് തൻ്റെ സന്നിധാനത്തിൽ വന്ന് എന്തു ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവന് ആ സാധനം നൽകി തൃപ്തനാക്കി അയക്കും. ഇതുപോലെ സർവസമനും പരമകൃപാനിധിയുമായ ഈശ്വരനെ ആര് ഏതുവിധം ഭജിക്കുന്നുവോ അവരെ ആ വിധം ഈശ്വരൻ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഭഗവാന്റെ അംഗസംഗത്തെ ആഗ്രഹിക്കുന്ന എന്നെ ഭഗവാൻ ആലിംഗനം ചെയ്യും എന്ന് അക്രൂരൻ വിചാരിച്ചതും അതനുസരിച്ച് ഭഗവാൻ പ്രവർത്തിക്കുന്നതും ശരിക്കും യുക്തം തന്നെയാണ്. അങ്ങനെ അതുകൊണ്ടാണ് അക്രൂരൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഞാൻ അത്രയും ഭജിക്കുന്നുണ്ടെന്ന് ഭഗവാൻ അറിയാലോ, അതുകൊണ്ട് എന്നെ ആലിംഗനം ചെയ്യും എന്ന് തന്നെ ഉറപ്പിച്ച് ഇരിക്കുന്നുണ്ട് അക്രൂരൻ. കിഞ്ചാഗ്രജോ മാവനദം യദുത്തമ സ്മയൻ പരിഷ്യജ്യ ഗൃഹീതമഞ്ജലൗ ഗൃഹം പ്രവേശ്യാപ്ത സമസ്ത സൽകൃതം സംരക്ഷ്യതേ കംസകൃതം സ്വബന്ധുഷു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ട് പലതും വിചാരിച്ചു. പിന്നെ ബലരാമനെ കുറിച്ചും അക്രൂരം വിചാരിക്കുകയാണ്. കൃഷ്ണന്റെ ഒപ്പമല്ലേ ഏട്ടനും. അപ്പൊ എന്നെ ഭഗവാൻ കൃഷ്ണൻ സൽക്കരിക്കുന്നതിന് പുറമെ യദുകുലശ്രേഷ്ഠനായ ഭഗവാൻ ബലരാമനും ഇതുപോലെ സൽക്കാരം ചെയ്യാതിരിക്കില്ല. വിനയഭക്തിയെ സൂചിപ്പിക്കാനായി ഞാൻ അവിടുത്തെ പാദകമലത്തിൽ നമസ്കരിക്കും. എഴുന്നേറ്റ് ശിരസിൽ അഞ്ജലി ബന്ധം ചെയ്ത് തൊഴുത്തു നിൽക്കും. അപ്പോ എന്നെ കുറിച്ചുള്ള വാത്സല്യത്തെ സൂചിപ്പിക്കാനായിട്ട് അതിമനോഹരമായ പുഞ്ചിരി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നെ ആലിംഗനം ചെയ്യും. എന്നെ ആലിംഗനം ചെയ്ത് എൻ്റെ കൈകളിൽ പിടിച്ച്
ഗൃഹാന്തർഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും ആ രാമഭഗവാൻ. വിചാരിക്കണം. അങ്ങനെ അദ്ദേഹം അവിടുന്ന് എനിക്ക് അർഘ്യപാദയാദികൾ സമർപ്പിച്ച് ഉത്തമാസനത്തിലിരുത്തി കംസൻ തന്റെ ബന്ധുക്കളിൽ പ്രയോഗിക്കുന്ന കൃത്യങ്ങളെ കുറിച്ച് എന്നോട് വിസ്തരിച്ച് ചോദിക്കും. എന്നിട്ട് ശ്രീ ശുകബ്രഹ്മർഷി പിന്നെ പറയണു പരീക്ഷിത്ത് മഹാരാജാവിനോട്, ഇതി സഞ്ചിന്തയൻ കൃഷ്ണം ശോഭൽക്കതനയോധ്വനി രഥേന ഗോകുലം പ്രാപ്ത സൂര്യശ്ചാസ്തഗിരിം നൃപ. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, അക്രൂരന്റെ ആ ഭക്തി വിശേഷം വേറെ ആർക്കും ഇതുപോലുള്ള ഒരു ഭക്തി ഉണ്ടാവാൻ സാധ്യതയില്ല. ഇങ്ങനെ ശ്രീകൃഷ്ണനെയും ബലരാമനെയും കുറിച്ച് പല വിചാരങ്ങൾ മനസ്സിലാലോചിച്ചുകൊണ്ട് അക്രൂരൻ തേരിലിരുന്നു. ഗോകുലത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചപ്പോഴേ സൂര്യാസ്തമ സമയമായി. അപ്പോഴേക്കും മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്ക് വളരെ കുറച്ച് ദൂരേ ഉള്ളൂ. അക്രൂരൻ മധുരയിൽ നിന്ന് രാവിലെയാണ് പുറപ്പെട്ടതെന്ന് ആദ്യം പറഞ്ഞല്ലോ. ഗോകുലത്തിലെത്തുമ്പോ അസ്തമയമായി. ഇത്രയും ദൂരം സഞ്ചരിക്കാൻ 30 നാഴിക വേണ്ടി വന്നു, ഒരു പകല് മുഴുവനും. കൃഷ്ണനെ കുറിച്ച് ഓരോന്ന് ചിന്തിക്കുമ്പോ തന്നെയും തന്റെ യാത്രയെയും മറന്നുകൊണ്ട് തേരിളക്കാതെ ഒരേ സ്ഥലത്ത് തന്നെ ആ വിചാരത്തിൽ മുഴുകിക്കൊണ്ടിങ്ങനെ നിൽക്കും. അങ്ങനെ കൂടുതൽ വിചാരിക്കുമ്പോ തേര് തെളിക്കാൻ മറക്കും. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കും കുറെ നേരം. കുറച്ച് ഉണരുമ്പോഴാണ് അയ്യോ തേര് പോകണില്ല. അപ്പൊ പിന്നെയും തേര് അല്പനേരം സഞ്ചരിക്കും. പിന്നെ അതേപോലെ തന്നെ ചിന്ത ചെയ്തിട്ട് താമസിക്കും. ഇങ്ങനെ സഞ്ചരിച്ചത് കൊണ്ടാണ് നേരം അസ്തമയമായത്. അതുകൊണ്ട് അക്രൂരൻ ചെയ്ത ആ ചിന്താവിശേഷങ്ങളെയും അദ്ദേഹത്തിന്റെ ആ ഭക്തി അതിശയത്തെയും മുഴുവൻ പറഞ്ഞറിയിക്കാൻ തന്നെ പ്രയാസമാണ് മഹാരാജാവ് എന്ന് പറയുന്നു. അല്പമേ വിസ്തരിച്ചിട്ടുള്ളൂ, കുറച്ചേ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഭഗവത് ഭക്തന്മാരുടെ സന്തോഷ പാരവശ്യാവസ്ഥകളെ ആലോചിച്ചു തന്നെ അറിയണം എന്ന് മാത്രമല്ല, ശ്രീകൃഷ്ണ ചിന്ത നിമിത്തം ഏതു വഴിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള വിചാരം ഒട്ടുമില്ലാത്തത് കൊണ്ട് ചിലപ്പോ രഥം വഴി തെറ്റി കുണ്ടിലോ കുഴിയിലോ ഒക്കെ സഞ്ചരിക്കും. അത് അക്രൂരൻ അറിഞ്ഞിട്ട് തന്നെയില്ല. എത്തേണ്ടതായിട്ടുള്ള സ്ഥലത്ത് എത്തുവാൻ അക്രൂരൻ ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. എങ്കിലും കേശിവധവും നാരദ ദർശനവും കാലിമേക്കലും കഴിഞ്ഞ് അക്രൂരന്റെ മനോരഥങ്ങളെല്ലാം അതേവിധം സാധിപ്പിക്കാൻ അനുയോജ്യമായ വിധം അക്രൂര രഥത്തെ ഒട്ടും നേരത്തെയും വൈകാതെയും അല്ലാതെ ഭഗവാൻ എത്തിച്ചു എന്നുകൂടി ശ്രീ ശുകബ്രഹ്മർഷി രാജാവിനോട് സൂചിപ്പിച്ചു. അതായത് എന്താ അതിന്റെ അർത്ഥം? ശ്രീകൃഷ്ണനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോ അവരറിയാതെ സന്മാർഗത്തെ വിട്ട് സഞ്ചരിച്ചാൽ കൂടി അവരെ ഉത്തമ പുരുഷാർത്ഥമായ മോക്ഷത്തെ ശ്രീകൃഷ്ണൻ പ്രാപിപ്പിക്കും. അക്രൂരൻ ഗോകുലത്തിൽ എത്തിയതുപോലെ കൃഷ്ണഭക്തൻ മോക്ഷസ്ഥാനത്തിലെത്തും. ഇരുട്ടില് അല്ലെങ്കിൽ നരകത്തില് ഒന്നും എത്തിപ്പെടില്ല. അതിനുള്ള ശ്രദ്ധ അവർക്ക് വേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതിന്റെ കർത്താവ് ശ്രീകൃഷ്ണനാണ് എന്നുള്ള രഹസ്യമായ സാരത്തെയാണ് ഈ ശ്ലോകത്തില് ഉള്ളില് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നതിനെ അക്രൂര ഗോകുല പ്രാപ്തി ദ്വാര ശ്രീ ശുകബ്രഹ്മർഷി സമർത്ഥിച്ചിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ചിന്തയാൽ അന്യചിന്തയില്ലാതിരിപ്പവൻ എത്തും ലക്ഷ്യത്തിലക്രൂരൻ ഗോകുലത്തിങ്കലെന്നപോൾ പദാനി തസ്യാഖില ലോകപാല കിരീടജുഷ്ടാമല പാദരേണോ ദദർശഗോഷ്ഠേ ക്ഷിതി കൗതുകാനി വിലക്ഷിതാന്യജയവാങ്കുശാത്തേ. അഖില ലോകപാല കിരീടജുഷ്ടാമല പാദരേണോ, സകല ലോകപാലന്മാരായ ദേവന്മാരാൽ കിരീടങ്ങളിൽ ധരിക്കപ്പെടുന്ന നിർമ്മല പാദരേണുക്കളോടുകൂടിയ തസ്യ അദ്ദേഹത്തിന്റെ അബ്ജയവാങ്കുശാദ്യേഹി താമര യവം അങ്കുശം ഇത്യാദികളാൽ വിലക്ഷിതാനി അടയാളപ്പെട്ടവയും ക്ഷിതി കൗതുകാനി ഭൂമിക്ക് അലങ്കാരമായി ഭവിച്ചിരിക്കുന്നവയുമായ പദാനി കാലടികളെ ഗോഷ്ഠേ ഗോകുലത്തിൽ ദദർശ കണ്ടു. ക്രൂരൻ ഗോകുലത്തിൽ പ്രവേശിച്ചപ്പോൾ ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലടികൾ കണ്ടു. ശ്രീകൃഷ്ണനെ ചിന്തിക്കുന്ന ഭക്തന് തൽപാദ ദർശനത്തെക്കാൾ ആദരിക്കത്തക്കത് വേറെന്താണ്?
മറ്റൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ആ പാദകമലത്തിലെ ധൂളികൾക്ക് സകല സംസാര ദുഃഖങ്ങളെയും നിശേഷം നശിപ്പിക്കാൻ ശക്തിയുള്ളതിനാൽ ഇന്ദ്രാദികളായ സകല ലോകപാലന്മാരും എപ്പോഴും ആ പരിശുദ്ധ പാദധൂളി അവരുടെ കിരീടങ്ങളിൽ ധരിക്കുന്നു. അപ്രകാരമുള്ള ആ ദിവ്യപാദകമലത്തെ ഭൂലോകവാസികൾക്ക് കണ്ട് ആനന്ദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്മീതെ ജന്മസാഫല്യ ഹേതുവായി മറ്റെന്താണുള്ളത്? ഭൂലോകവാസികൾക്ക് മംഗളം നൽകാനായിട്ട് ദിവ്യമംഗളം ധരിച്ചിരിക്കുന്ന ഭഗവാൻ തന്റെ പാദന്യാസങ്ങൾ കൊണ്ട് ഭൂമിദേവിയെ അലങ്കരിച്ചിരിക്കുന്നു. പാതയില് പലരുടെയും അടികൾ പതിഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവാന്റെ കാലടികളാണെന്ന് അക്രൂരനെ എങ്ങനെയാ മനസ്സിലാക്കിയത്? താമര, യവം, അങ്കുശം എന്നീ രേഖകൾ ഭഗവത്പാദ കമലത്തിലല്ലാതെ മറ്റൊരു കാലടികളിലും കാണില്ല. അപ്പൊ ആ ക്രൂരൻ കണ്ട ആ കാലടികളില് ആ രേഖകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയല്ലേ അക്രൂരൻ അത് മനസ്സിലായത്. ശ്രീകൃഷ്ണ പാദന്യാസങ്ങൾ തന്നെ എന്നുള്ള ആ ഭക്തി ബഹുമാനങ്ങളോടുകൂടി ആ ചവിട്ടടികളിൽ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. കണ്ണിന്ന് ധാരധാരയായിട്ട് അശ്രുധാരം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഭഗവാന്റെ കാലടികളാണല്ലോ എന്നങ്ങോട്ട് വിചാരിച്ചപ്പോഴേക്കും എന്താ അക്രൂരൻ ആ മണ്ണിൽ കിടന്ന് അങ്ങോട്ട് ഉരുളാണ്. പിന്നെ ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.